ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വീണ്ടും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ നാളുകളായിട്ട് വളരെയധികം ഹൈപ്പിൽ നിൽക്കുന്ന ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീനിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് ആ പ്രൊഡക്റ്റ്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ഇതിന്റെ അധികം ഞാൻ കണ്ടേക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഇത് വാങ്ങുന്നതിന് മുന്നേ വാങ്ങണോ വേണ്ടയോ അങ്ങനെ കുറെ നാള് കരുതിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് എന്തായാലും ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്നു, പെയ്ഡും അല്ലാതെയും ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്കും കൂടെ ഒന്ന് വാങ്ങി നോക്കാം, ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അങ്ങനെ കരുതി ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇതിപ്പോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഈ ബോട്ടിൽ ഫുള്ളും ഉപയോഗിച്ച് തീർന്നു കേട്ടോ. തീർന്നതിന് ശേഷമുള്ള ജനുവൻ റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് SPF 50 ഉണ്ട്, PA4+ ഉണ്ട്, UVA UVB റേസിൽ നിന്ന് മാക്സിമം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. പിന്നെ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് നിയാസിനമൈഡ്, സിക്ക, ഹൈലറോണിക് ആസിഡ്, വിറ്റാമിൻ ഇ ഒക്കെയാണ്. പിന്നെ നിയാസിനമൈഡ് അറിയാമല്ലോ, സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യും. സിക്ക പിന്നെ സൂത്തിങ് ഏജന്റ് ആണ്, സ്കിൻ ഒന്ന് കാം ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേഷൻ ആയിട്ട് വെക്കും. പിന്നെ വിറ്റാമിൻ ഇ എന്ന് വെച്ചാൽ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 240 രൂപയാണ്. ഞാനിത് പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചത്. പർപ്പിളിൽ നിന്ന് ഓഫറിൽ നമുക്ക് എനിക്ക് കിട്ടിയത് 175 രൂപയ്ക്കാണ്. എപ്പോഴും ഇത് 170 അങ്ങനെ 160 ആ പ്രൈസിൽ കിട്ടും കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്റെ റിവ്യൂ പറയാം. ഇതിന്റെ കൺസിസ്റ്റൻസി വന്ന് ഒരു ജെൽ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ആണ്. അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. തീർത്തും തന്നെ ഒട്ടും തന്നെ വൈകാസ്റ്റ് ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്കിന്നിലേക്ക് ഫിനിഷ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. അതുപോലെ തീർത്ത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ മാക്സിമം പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് അകത്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പുറത്ത് പോയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ സൺടാൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ പോസിറ്റീവ്സ് ആണ്. ഇനി എനിക്ക് തോന്നിയ ആകെ ഒരു നെഗറ്റീവ് ഞാൻ ഇതിൽ നിന്ന് പറയാം. എനിക്ക് അപ്ലൈ ചെയ്തപ്പം ഒരു ചെറിയ സ്റ്റിക്നെസ് ഇതിൽ തോന്നി കേട്ടോ. എന്താ ഒരു ഒട്ടുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ വിന്ററിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സമ്മറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിന്ററിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല, സ്റ്റിക്നെസ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ സമ്മറിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു സ്റ്റിക്നെസ് ഇത് തോന്നി കേട്ടോ. ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ എന്തോ ഇരിക്കുന്ന പോലെ ഒരു ഫീല്. അത് ചിലർക്ക് ഇഷ്ടമായില്ല, ചിലർക്ക് ഇഷ്ടമാവും. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടേ. എന്റെ സ്കിൻ ടൈപ്പ് വന്ന് ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണ്. എന്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. എന്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ സ്കിൻ ആണ്. ചിലപ്പം കോമ്പിനേഷൻ മോർ ഡ്രൈ, ചിലപ്പം കോമ്പിനേഷൻ മോർ ഓയിലി. ഇപ്പം ഈ സമ്മറിൽ എന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ മോർ ഓയിലി ആണ്. നല്ല രീതി ഒരു ഓയിലി സ്കിൻ ടൈപ്പ് കാറ്റഗറിയിലാണ് ഇപ്പൊ ഞാൻ കടന്നു പോകുന്നത്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, വിന്ററിൽ അപ്ലൈ ചെയ്തപ്പോൾ പ്രശ്നമില്ലായിരുന്നു. വിന്റർ എന്ന് വെച്ചാൽ എന്റെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി നിൽക്കും. പക്ഷേ സമ്മറിൽ എന്റെ സ്കിന്ന് നല്ല രീതി ഓയിലി ആണ് കേട്ടോ. ഇപ്പൊ പൊതുവെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പം ഈ ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതി ഓയിലി ആയിട്ട് അങ്ങ് ഒട്ടുന്ന പോലെ ഒരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതൊഴിച്ചാൽ ഇത് ഒരു കുഴപ്പമില്ല. അത് ഓയിലി ആയിട്ട് തോന്നുന്നു എന്റെ ഈ ഭാഗത്താണ് കേട്ടോ. ടീ സോണിലാണ് ഓയിലി കൂടുതൽ. ആ ഭാഗത്ത് എനിക്കിങ്ങനെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് കൂടുതലായിട്ട് എനിക്ക് ഓയിലി ആയിട്ട് തോന്നുന്നത്. പക്ഷെ വിന്ററിലൊക്കെ എനിക്ക് ഈ ഭാഗത്ത് ഡ്രൈ ആണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഞാൻ യൂസ് ചെയ്തതിന്റെ ബേസിൽ എനിക്ക് തോന്നുന്നത് ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ ഡ്രൈ കോമ്പിനേഷൻ വരെ ഇത് കുഴപ്പമില്ലാതെ പോകും. കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ കാറ്റഗറിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് സ്റ്റിക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതുപോലെ സ്റ്റിക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിന്റർ യൂസ് ചെയ്തു, അപ്പൊ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഈ സമ്മറിലേക്ക് വന്നപ്പോഴാണ് ഈ ഇഷ്യൂ ഉണ്ടാക്കിയത് കേട്ടോ. എന്നാലും ഞാൻ അപ്ലൈ ചെയ്ത് തീർത്തിട്ടുണ്ട്. കുറച്ച് ഞെക്കിപ്പിഴിഞ്ഞാൽ വരുമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റിക്നെസ് ഒഴിച്ചാൽ അതാണ് ഇതിന്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇത് അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. കാരണം എനിക്ക് ഇതിന്റെ ഫോർമുലയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. തീർത്ത് ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അങ്ങനെ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല.
പിന്നെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നിലേക്ക് പോകുമ്പോൾ ചെറിയൊരു സ്റ്റിക്നെസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റിക്നെസ് ഇഷ്ടമില്ലാത്തവര്, ഇങ്ങനെ ഒട്ടുന്ന പോലത്തെ ഫീൽ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അത്ര കണ്ട് പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇഷ്ടപ്പെടുകയില്ല. ബാക്കി എല്ലാ സ്കിന്നിനും ഓക്കെ ആണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ തീർത്തും ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെയുള്ള ഒരു വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത പെട്ടെന്നൊരു ബ്ലെൻഡ് ആക്കാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ്. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. വേണ്ട, ഇതങ്ങ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ബ്ലെൻഡ് ആയി പോവാണ്. ഇതുണ്ടോ, തീർത്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ട്. പിന്നെ ഇട്ടിട്ടുണ്ടെന്നൊരു ഫീലേ നമുക്കില്ല, അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആട്ടോ. അതിന്റെ ആ കൺസിസ്റ്റൻസി എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തത് കേട്ടോ. എനിക്ക് ആ ഒരു ചെറിയ സ്റ്റിക്നെസ് ഉണ്ടെങ്കിലും പിന്നെ എനിക്ക് ഈ ഭാഗത്താണ് സ്റ്റിക്നെസ് ഉള്ളത്, അങ്ങോട്ടൊന്നും വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ സൺസ്ക്രീൻ ആണല്ലോ അങ്ങനെ അപ്ലൈ ചെയ്ത് ഇതിപ്പോ തീർന്നു. ഞാൻ ഫേസിൽ വേണം ഇട്ട് കാണിക്കാം. ഇത് കണ്ടോ, അപ്പൊ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തീർത്തും അങ്ങ് നല്ല രീതി പെട്ടെന്ന് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ഒരു സ്കിന്നിലേക്ക് ഫിനിഷിലേക്ക് ഇത് മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നൊരു ഫീൽ ഇല്ല. പിന്നെ ചെറിയൊരു ഇങ്ങനൊരു തിക്നെസ് ഉണ്ടാവും. അത് ഓയിലി സ്കിന്നിന് ഉണ്ടാവുള്ളൂ കേട്ടോ, മറ്റുള്ളവർക്ക് അത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകും. നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഈ ഹ്യൂമിഡിറ്റി കൂടിയതിന്റെ ഇതുകൊണ്ട് ഇങ്ങനൊരു തിക്നെസ് ഉണ്ടാവും. പക്ഷെ ഇട്ടിട്ടൊന്നും അറിയത്തൊന്നുമില്ല, കുഴപ്പമില്ല. ഇതുണ്ടാവും, ചെറിയൊരു തിക്നെസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊരു ബ്രൈറ്റൻ ഗ്ലോ സൺസ്ക്രീൻ ആണല്ലോ. അപ്പം ബ്രൈറ്റൻ ആക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ബ്രൈറ്റൻ്റെ കാര്യം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാനൊരു സൺസ്ക്രീൻ വാങ്ങുമ്പം അങ്ങനെ ബ്രൈറ്റനോ ഗ്ലോയ്ക്കോ ഒന്നും ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല. കാരണം സൺസ്ക്രീൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ പ്രൊട്ടക്ഷൻ ആണ്, അത് മാത്രമേ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ അതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനൊക്കെ വേറെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതിനായിട്ട് മാത്രം ഇറക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതിലൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ ഒരു തുച്ഛമായിട്ട് കുറച്ചൊക്കെ കാണുകയുള്ളൂ, അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഗ്ലോയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഗ്ലോ അത്ര പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ ഓയിലി സ്കിന്നാണ്, ഇട്ട് പറഞ്ഞ ഒരു ഗ്ലോ തോന്നാറുണ്ട്, ചെറിയൊരു ഗ്ലോ നമുക്ക് തോന്നുമല്ലോ. കാരണം ഓയിലി സ്കിൻ ആകുമ്പോൾ എപ്പോഴും ഒരു ഗ്ലോയി ആയിട്ട് കോമ്പിനേഷൻ ഓയിലി സ്കിൻ അറിയാമല്ലോ, അങ്ങനെ ചെറിയൊരു ഗ്ലോയി ആയിട്ടിരിക്കും, എപ്പോഴും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിന്നാണ്. അപ്പോൾ അത് ഗ്ലോയും എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അത് ഡ്രൈ സ്കിന്നുകാരൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്ലോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെ. പിന്നെ ഈ സൺസ്ക്രീനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആണ് കേട്ടോ. 170 രൂപയല്ലേ ഉള്ളൂ. പിന്നെ സൺസ്ക്രീനിന്റെ റേറ്റ് ഒക്കെ അറിയാമല്ലോ, അത് അപ്ലൈ ചെയ്യുന്നവരാണ് അതിന്റെ റേറ്റ് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ നല്ല അഫോർഡബിൾ ആണ്. ഈ സൺസ്ക്രീൻ വന്ന് 50 ഗ്രാമിന് 240 രൂപയാണ് ഒറിജിനൽ പ്രൈസ്. നമുക്ക് ഓഫറിൽ 170 രൂപയ്ക്ക് എപ്പോഴും കിട്ടും കേട്ടോ. എപ്പോഴും ഇത് ഓഫറിൽ ഉണ്ട്, ആ പ്രൈസിലൊക്കെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ പർപ്പിളില് ബൈ 1 get 1 ഓഫർ ഒക്കെ വരുമ്പോൾ ഇതിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടും. രണ്ടെണ്ണമൊക്കെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഓഫീസിലും കോളേജിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ, നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കൂ. ചെറിയൊരു സ്റ്റിക്കിനോസ് ഒഴിച്ചാൽ ബാക്കി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡ്രൈ നോർമൽ അങ്ങനത്തെ സ്കിന്നിനൊന്നും ആ പ്രശ്നം ഉണ്ടാവുകയില്ല കേട്ടോ. നല്ലൊരു സൺസ്ക്രീൻ ആണ്. അപ്പം അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. പ്രൈസ് തീർത്ത് കുറവാണ്. മറ്റുള്ള സൺസ്ക്രീനിന്റെ റേറ്റ് ഒക്കെ അറിയാമല്ലോ, ആ ഇതിൽ ഇത് നല്ലൊരു അഫോർഡബിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഗുഡ് വൈബ്സിന്റെ ഇതിന് മുന്നേ ഞാൻ അധികം പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അവരുടെ ആകെ കൂടി ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഒരു ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് മാത്രമാണ്. അത് എന്തെങ്കിലും 3-4 ബോട്ടിൽ തീർന്നിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തോരെ അത് വാങ്ങിച്ചു വെക്കുന്നതാണ്. അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് ഒരു സ്കിന്നൊന്ന് ഡള്ളായിക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി, എളുപ്പമുണ്ട്. അത് ആ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കി ഒരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു പ്രൊഡക്റ്റ്, എപ്പോഴും എൻ്റെ സ്റ്റോക്ക് ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് ഉപയോഗിച്ചു. പിന്നെ ഇപ്പോൾ സീക്ക സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്തത്. ഞാൻ ഓർക്ക് ഹൈപ്പ് കണ്ടപ്പോൾ ഇത് അത്ര നല്ലതുണ്ടാവില്ല, പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നു അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഇത് കണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇത് എന്തായാലും ഇത് ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്നല്ലോ ഒന്ന് വാങ്ങിച്ച് യൂസ് ആക്കി നോക്കാം എന്ന് കരുതി അങ്ങനെ വാങ്ങിയത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ല. ഒരു ചെറിയ സ്റ്റിക്നെസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതേ ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൂടെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ ഇതൊക്കെയാണ് ഈ സീക്ക സൺസ്ക്രീനെ കുറിച്ചുള്ള എൻ്റെ ജനുവൽ റിവ്യൂ. അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് സൺസ്ക്രീൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്ന. സൺസ്ക്രീൻ്റെ മാത്രമല്ല മറ്റു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.